the taste of your mind. Kiwi ice cream. Chill the fun. ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ, നിങ്ങൾ മനസ്സറിഞ്ഞ് കേൾക്കാൻ തയ്യാറാകണം ഈ വാക്കുകൾ. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, നിങ്ങൾ ഇന്നിരുന്ന് വിധി പറയുന്ന അതേ സുപ്രീം കോടതിയിൽ മുൻപിരുന്ന് വിധി പറഞ്ഞ ജസ്റ്റിസ് ഗോപാൽ ഗൗഡയാണ്. അതെ, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജ് ജസ്റ്റിസ് ഗോപാൽ ഗൗഡ വിശാഖപട്ടണത്ത് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ രജത ജൂബിലിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഗോപാൽ ഗൗഡ പറഞ്ഞ വാക്കുകൾ ഇതാണ്. സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജായ എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് മാത്രമാണ്. പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യണം. അത് റദ്ദ് ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഗോപാൽ ഗൗഡ എടുത്തു പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. അവർക്ക് പൗരത്വം നൽകുക. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന മതവിവേചനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ നിലപാടെടുക്കുമ്പോൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ നിയമം എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് അംഗീകരിക്കാൻ സാധിക്കുക? ഇതിന് ഒരുപാട് അന്വേഷണമൊന്നും നടത്തേണ്ട എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. മറിച്ച് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് വ്യക്തമാകുന്ന കാര്യമായതുകൊണ്ട് സുപ്രീം കോടതി പൗരത്വ ഭേദഗതി നിയമം റദ്ദ് ചെയ്യേണ്ടത് തന്നെയെന്നാണ് മുൻ സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ഗോപാൽ ഗൗഡ ആ വേദിയിൽ തുറന്നു പറഞ്ഞത്. ഇത് കേൾക്കേണ്ടത് മറ്റാരുമല്ല, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി പ്രസ്താവന നടത്തുന്ന മേലധികാരികൾ അല്ലെങ്കിൽ ജസ്റ്റിസുമാർ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആണ്. കാരണം ഇത് പറഞ്ഞ ആൾ ഇതിനു മുൻപ് നിങ്ങളിരിക്കുന്ന അതേ കസേരകളിൽ ഇരുന്നവർ തന്നെയാണ്. കാരണം ഇത് തന്നെയാണ് രാജ്യത്തെ പൊതുജനങ്ങളുടെയും വികാരം. പ്രത്യക്ഷത്തിൽ പ്രകടമായ പക്വമായ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തിനെ എന്തിനാണ് ഇങ്ങനെയൊരു അന്വേഷണത്തിന് ശേഷം അല്ലെങ്കിൽ വലിയ പരിശോധനകൾക്ക് വിധേയമാക്കുന്നത്? രാജ്യത്തെ എല്ലാ നിയമവിദഗ്ധരും ഒറ്റ സ്വരത്തിൽ പൗരത്വ ഭേദഗതി നിയമം അത് ശരിയല്ല, ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവർക്ക് മാത്രം എന്താണ് അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന ഒരു തോന്നലിലേക്ക് പോകാനുള്ള കാരണം ഇവിടെ വ്യക്തമാകുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ നേർമുഖമാണ്. ഇതാണ് ഇവിടെ പൊളിയേണ്ടത്. മുൻ സുപ്രീം കോടതി ജഡ്ജ് അടക്കം ജസ്റ്റിസ് ഗോപാൽ ഗൗഡ അടങ്ങുന്ന പ്രമുഖ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രമുഖ ജഡ്ജിമാരൊക്കെ സത്യം വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പിന്നെന്തിനാണ് ഇതിനെക്കുറിച്ച് വലിയ ആലോചനകൾ നടത്തുന്നത്? ഇവിടെയാണ് കേന്ദ്രത്തിന്റെ കയ്യിലാണോ സുപ്രീം കോടതി എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേറുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.